വെറൈറ്റി കേസ് മറ്റൊരു എപ്പിസോഡിലെ സ്വാഗതം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തഞ്ചാവൂരിലെ മ്യൂസിയമാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയം കാണാം. ഓക്കെ, സരസ്വതി മഹൽ ലൈബ്രറി. ഇത് പാലസിൻ്റെ അകത്ത്. ഇത് മൊത്തവും ഇതുകൊണ്ടെല്ലാം ഇവരെല്ലാം പൊളിച്ചടുക്കി ഇട്ടേക്കുക. എന്തോ വന്ന ടൈം അത്ര നന്നായെന്ന് തോന്നുന്നു. ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാൽ എൻ്റെ ഗതി ഇതാന്നല്ലോ ദൈവമേ. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇവരുടെ ഒരു മറ്റേ ഈ ആർട്ട് മറ്റേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇതൊക്കെ സാധനം. പക്ഷേ ഇതിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടൊന്നും എടുത്തില്ല. നമ്മളവർ പറയുന്നത് ബഹുമാനിക്കണമല്ലോ. അതാണ് ഈ സ്ഥലം. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളായിട്ട് ഇരിക്കുന്ന മൊത്തം. ഇത് കാണുമ്പോൾ പഴയൊരു നിർമ്മിതിയാട്ടോ. ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ നമുക്ക് പോകണമെന്നറിയാൻ വേണ്ടി മാപ്പുണ്ട് കേട്ടോ. അടുത്തത് ഇങ്ങോട്ടേക്ക് പോകാം. ഇവിടെ എന്തോ സംഭവം എന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും കയറി നോക്കാം. കമോൺ. അപ്പോൾ ഇതാണ് തഞ്ചാവൂരിലെ ആർട്ട് ഗാലറി അല്ലേ? ആർട്ട് ഗാലറി, ഇതാണ് ആർട്ട് ഗാലറി. അപ്പം നമുക്ക് എന്തായാലും അകത്ത് എന്താണ് നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇതാണ് ആർട്ട് ഗാലറി. ഓക്കെ, ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ബാക്കിൽ. കുറേ ബിംബങ്ങളുണ്ട്. മഹാവിഷ്ണു. ഇതെന്തോ പുറത്തോട്ട് വരുന്നൊരു എൻട്രൻസ് ആണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ? സൂപ്പർ അല്ലേ ഈ എൻട്രി? അമ്പലമുണ്ട്. ഈ അമ്പലത്തിനടുത്ത് തന്നെയാണ് ഈ ഗാലറി സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂളമല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂവളം. ഹായ്, കൂവളം കണ്ടില്ലേ? ടോവിനാണ് ഫ്രണ്ടിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ശില്പങ്ങൾക്കിടയിൽ ഇത് എന്ത് ശില്പമാണെന്നറിയോ? ഏതാണെന്നറിയത്? ഏതൊക്കെ ശില്പങ്ങളാണെന്നറിയത്? യുക്ഷേന്ദ്ര അറിയില്ല. അതിൻ്റെ കൂട്ടാൻ ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്. അയ്യോ, ഈ മയിലിൻ്റെ എന്തി തല? അയ്യോ, ഈ മയിലിൻ്റെ തലയില്ല. എന്ത് ചെയ്യുന്ന എന്തോ. ഇതെല്ലാം ഭയങ്കര എന്താ പറയുക, 17 സെഞ്ച്വറിയുള്ളതാണ്. 17 സെഞ്ച്വറിയിൽ നിർമ്മിക്കപ്പെട്ട ശില്പങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത് 16, 17, 15, അത് 10 അങ്ങനെ ഉള്ളൊരു, അങ്ങനെ ആ കാലയളവിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, ഹിഡൻ ആയിട്ടൊരു സ്ഥലം. നമുക്ക് ഇവിടെ നോക്കാം. സ്പോട്ട് അടച്ചിട്ടേക്കാണ് ഗൈസ്. യെസ്, തഞ്ചാവൂർ. വെൽക്കം ടു തഞ്ചാവൂർ പാസ് വിച്ചസ്. വാവ്, വാട്ട് ഈസ് ദാറ്റ്? ഒരു പഴയ സംഭവം ഇത് എന്തിൻ്റെ? തിമ്മങ്കലത്തിൻ്റെ അസ്ഥികൂടമാണ് കേസ് ഇത് ഈ കാണുന്നത്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിക്കാമേ. തിമ്മങ്കലത്തിൻ്റെ അസ്ഥികൂടം. ഇതാണ് തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം. അങ്ങോട്ടുണ്ട്, ബാക്കിലോട്ടുണ്ട്. ഇത് ഫ്രണ്ടേജ് വരുന്ന ഇതാണ്. സ്വാതിമാൾ 1855 ഇതെല്ലാം. വാവ്, എൻ്റെ പിന്നെ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ഗോപുരം. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇത്രയുമാണ് ചുറ്റിലും ഇങ്ങനെ കാണുന്നത്. കൊള്ളാം, സൂപ്പർ.
എന്നൊക്കെ പറയാം. പക്ഷേ ഈ വെയിലത്ത് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര വെയിൽ, ഒട്ടുക്കത്തെ വെയിൽ. ഭയങ്കര വെയിൽ. നമുക്ക് തള്ളത്തോട്ട് പോകാം. ഗൈസ്, തഞ്ചാവൂരെ പഴയ മാർക്കറ്റ്. അതിനകത്തെ ആളുകളെ കണ്ടോ? ഉള്ളിലെ ഇതിൻ്റെ മേളിലെ ഇത് കണ്ടോ? ഇതിൻ്റെ വെളിയിലോട്ട് വരുന്ന ദൃശ്യങ്ങളാണ് ഇത്. അത് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കണ്ടില്ലേ? 11th സെഞ്ച്വറീസ്. ഇതെല്ലാം അതുപോലെ തന്നെ 15ഉം 20ഉം സെഞ്ച്വറീസിലൊക്കെ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളാണ്. ഇതെനിക്കറിയില്ല. ഇത് ചോള രാജാവാണെന്നാണ് തോന്നുന്നത്. അങ്ങാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇനി അടുത്ത എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മുടെ നാട്ടിൽ എലിഫന്റ് എന്ന് പറയും. ഇവിടോ ആന എന്നൊരു തമിഴിൽ പറയും. അതെ. നിർമ്മിക്കപ്പെട്ടതാണ് ഇതെല്ലാം. 11th സെഞ്ച്വറി രാജാക്കന്മാരുടെ അകത്തുള്ളത്. നായക് ദർബാർ ഹാൾ. ഇവിടെ കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. அது போட்டுட்டு அந்த மஞ்சள் 11th സെഞ്ച്വറീസ്. 11th സെഞ്ച്വറീസിലെ ഒരു നടരാജ വിഗ്രഹമാണിത്. ഇതും 11th സെഞ്ച്വറീസിലെ ഒരു നടരാജ വിഗ്രഹമാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ നിറയെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് സംസാരം കറക്റ്റായിട്ട് കേൾക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിഗ്രഹങ്ങളെല്ലാം ഗ്ലാസ്സിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കാണാൻ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്പർശിക്കാനോ അതിനൊന്നും സാധ്യമല്ല. ഇതെല്ലാം കൂട്ടിലിട്ട ചില്ലുകൂട്ടിലെ ഭരണികളിൽ, ചില്ലുകൂട്ടിലെ ശില്പങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ചില്ലുകൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ആൻറ്റിക് പീസ് ആയതുകൊണ്ട് തൊട്ട് നശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു എന്നത്തേക്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല ഇത് എന്നുള്ളതാണ്. 11th സെഞ്ച്വറീസിലായിരിക്കുമല്ലോ. ഇത് 12th. ഇത് കണ്ടില്ലേ? വേറെ എക്സ്ട്രാ കൈയൊക്കെ വന്നിരിക്കുന്നത്. അറിഞ്ഞുകൂടെ എന്തുവാണ്. നടരാജ വിഗ്രഹങ്ങൾക്കിടയിൽ കണ്ടില്ലേ? 11th 12th സെഞ്ച്വറീസിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ട നടരാജ വിഗ്രഹങ്ങളാണ് ഈ കാണുന്നതെല്ലാം. സൂപ്പറല്ലേ? പഴയ കാലത്തെ പെയിൻറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇത് പുതിയാന്ന് തോന്നുന്നു, പക്ഷേ ഇതൊക്കെ പഴയ പെയിൻറ്റിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മുരലും ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ വെറൈറ്റിയാണ്. ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ പഴയ കാലത്തൊക്കെ ചെയ്ത ചിത്രങ്ങളൊക്കെ കാണാം. എന്തോന്നറിയത്തില്ല. ഇതൊക്കെ എന്താന്ന് പോലും. ഇതിങ്ങനെ ഐഡിക്കൻസ് ആണ് കേട്ടോ. കുറേ നിർമ്മിതികളൊക്കെ ഉണ്ട്. കൊള്ളാം. പഴയ കാലത്ത് രാജാക്കന്മാരെ ഈ വിളംബരം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മുന്നാടിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇത് കൊള്ളാം കേട്ടോ. അന്നത്തെ സമയത്തുള്ളൊരു കണ്ണാടിയാണെന്ന് തോന്നുന്നു, അറിയില്ല. പുതിയതുപോലെ ഉണ്ട് കണ്ടിട്ട്.
പുതിയ നിർമ്മിതിയാണ്, പുതിയാന്ന് തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. അത് പഴയതാണോ അറിയത്തില്ല ഗൈസ്. ഇതെല്ലാം പണ്ട് കാലത്തെ സാധനങ്ങളാണ്. ഇതാണ് പത്തായം ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്തെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കണ്ടില്ലേ, ഇതെല്ലാം സ്റ്റോറേജ് ഒക്കെയാണ്. അന്നത്തെ കാലത്തെ ഫോട്ടോഗ്രാഫീസും എല്ലാ സംഭവങ്ങളും ഇവിടെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കണ്ടോ, ഇത് ജ്വൽസ് ബോക്സ് അന്നത്തെ കാലത്തെ കണ്ടില്ലേ, വിഗ്രഹങ്ങളുമെല്ലാം. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകളൊക്കെയാണിത്. ാണ് കണ്ടത്. ഇതിൻ്റെ എല്ലാം റിനോവേഷൻ നടക്കുവാണ് കേട്ടോ. അപ്പോൾ പഴയ കാലത്തെ ആ സംഭവങ്ങളെല്ലാം കളഞ്ഞിട്ട് പുതിയ രീതി ചെയ്യുക. പക്ഷേ ഇത് കണ്ട് സിമെൻ്റാണോ അതോ ചുണ്ണാമ്പല്ലാന്നോ അറിയത്തില്ല. കണ്ടില്ലേ, ഇത് പഴയ കാലത്തെ സംഭവങ്ങളാണിത്. കണ്ടില്ലേ, ഇരുമ്പിൻ്റെ ഒരു വലിയൊരു ജനാലയാണിത്.